പാർട്ടിയോ ഗെറ്റ് ടുഗതറോ കോർപ്പറേറ്റ് മീറ്റിംഗ്സോ അതൊന്നും അല്ല, സ്റ്റേക്കേഷനായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫാം സ്റ്റേ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അജ്മാനിലെ അലിയാസ്മീൻ ഏരിയയിലാണ്. അലിയാസ്മീനിലെ ഗിഫ്റ്റ് മാർട്ടിന് തൊട്ടടുത്തായിട്ട് കാണുന്ന ഈ ഒരു പച്ചപ്പ് നിറഞ്ഞ ഫാം സ്റ്റേ ആണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് യാക്കോബ്സ് ഫാം സ്റ്റേ ആണ്. ഗേറ്റിന് മുന്നിലുള്ളത് പോലെ തന്നെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാലും കുറച്ചധികം ഏരിയ ഇങ്ങനെ ഈ ഒരു മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച ഏരിയ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു പാർക്കിംഗ് കാര്യങ്ങൾക്കൊക്കെ പറ്റിയ കുറച്ച് ഓപ്പൺ സ്പേസും ഒക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ കുറച്ചങ്ങോട്ട് ഉള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് ഫാം സ്റ്റേയും പിന്നെ അവിടെ ടർഫുണ്ട്, പിന്നെ കുറച്ച് ഓപ്പൺ ഏരിയാസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടുന്ന് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഔട്ട്ഡോർ മജ്ലിസ് കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ഗ്യാതറിങ് ഏരിയ ഒക്കെ ഉണ്ട്. നന്നായിട്ട് ഔട്ട്ഡോർ ഏരിയ ഉള്ളത് തന്നെയാണ്. പിന്നെ ഈ ഒരു പാസേജ് ആണെങ്കിലും ചെയറൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, രണ്ട് സൈഡിലും ഇങ്ങനെ ചെടികളൊക്കെ ആയിട്ട്. പിന്നെ വിൻ്റർ ആണെങ്കിൽ ഔട്ട്ഡോർ എൻജോയ് ചെയ്യാം, സമ്മർ ആണെങ്കിലും ഉള്ളിലും ഇതുപോലെ തന്നെ നന്നായിട്ട് ഏരിയ ഉണ്ട്. ഇപ്പോൾ ഒരു ഗെറ്റ് ടുഗതറൊക്കെ നടത്തുകയാണെങ്കിലും ഒരു പാർട്ടി ഹാൾ പോലെ തന്നെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ അകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് സമ്മർ ആണെങ്കിലും വിൻ്റർ ആണെങ്കിലും ഒരേപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാം സ്റ്റേ ആണ്. ആദ്യം നമുക്ക് ഉൾഭാഗത്തുള്ളതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം പുറത്തേക്ക് വരാം. ബിൽഡിങ്ങിനോട് ചേർന്നിട്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പ്ലേ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ശരിക്കും ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു പാർട്ടി ഹോൾ തന്നെയാണ്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ സ്റ്റേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനുള്ള ഓപ്ഷൻസ്, ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനൊക്കെ ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചൊക്കെ ചെയ്യാവുന്നതുള്ളൂ. പിന്നെ സൈഡിൽ ഫുള്ളായിട്ടും ഇങ്ങനെ ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിലായിട്ട് സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. അതിൻ്റെ മറുഭാഗത്തായിട്ട് ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഏരിയയും ഒക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പം ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു സ്കൈയിൽ നോക്കി കിടക്കുന്ന പോലെ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ എൻജോയ് ചെയ്യാം. സാധാരണ ഫാം സ്റ്റേകളിലൊക്കെ നമ്മൾ സ്വിമ്മിംഗ് പൂളും മിക്കവാറും ഒക്കെ ഔട്ട്ഡോറിലാണ് കാണാറുള്ളത്. ഇതിപ്പം ഉള്ളിലായതുകൊണ്ട് തന്നെ പാർട്ടി നടക്കുന്ന സമയത്ത് തന്നെ സ്വിമ്മിംഗ് പൂൾ എൻജോയ് ചെയ്യണം എന്നുള്ളവർക്ക് അത് എൻജോയ് ചെയ്യാം. ഇപ്പോൾ അതല്ല ആക്ടിവിറ്റീസ് ഒരു സൈഡിൽ നിന്ന് ചെയ്യണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ ആക്ടിവിറ്റീസ് ചെയ്യാം. മൊത്തത്തിൽ ഇൻഡോർ ആയതുകൊണ്ട് തന്നെ പാർട്ടി നടക്കുന്ന സമയത്ത് തന്നെ എല്ലായിടത്തും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇരിക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കുവാണെങ്കിലും ഇവിടെ ഇങ്ങനെ ചെയറൊക്കെ സെറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചെയറൊക്കെ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ നമ്മുടെ ഒരു കുഷ്യനൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ താഴെയും സീറ്റിംഗ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നല്ല വലിപ്പത്തിലുള്ള ഹോളാണ്. ഇതിൻ്റെ രണ്ട് ഭാഗത്തായിട്ടാണ് 4 റൂമാണ് വരുന്നത്. 4 റൂമാണെങ്കിലും ഈ റൂമിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ടൊരു വലിയ ഹോൾ വരുന്നുണ്ട്. അതും വേണമെങ്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്ന വിധത്തിൽ തന്നെ ഉള്ളതാണ്. ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ഗ്ലാസ് ഡോർ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഈ ഹോളിലിരുന്ന് വേണമെങ്കിലും പാർട്ടിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഒരു വിധത്തിലാണുള്ളത്. പിന്നെ ഇവിടുന്ന് റൈറ്റ് സൈഡിലായിട്ടും ലെഫ്റ്റ് സൈഡിലായിട്ടും 2 റൂംസാണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ റൂം വരുന്നത്. ഇതിപ്പോൾ ഒരു 3 പേർക്കൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കിങ് സൈസ് ബെഡാണ് ഈ റൂമിൽ സെറ്റാക്കിയിരിക്കുന്നത്. പിന്നെ സൈഡിലായിട്ട് ഒരു സീറ്റിങ് കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അത് വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് വാഷ്റൂം വരുന്നുണ്ട്. കബേർഡ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. ഇനി മറ്റേ റൂമിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ സെപ്പറേറ്റ് 2 ബെഡ് കൊടുത്തിട്ടുണ്ട്. ഒന്നൊരു കിഡ്സിന് പറ്റിയ ഒരു ബെഡും പിന്നെ ഉള്ളിലായിട്ട് ഒരു ഡബിൾ ബെഡുമാണ് കൊടുത്തിട്ടുള്ളത്. സെൻറ്ററിലായിട്ട് അവിടെയും അതുപോലെ തന്നെ സീറ്റിങ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഹോൾ. ഇത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. ഇവിടെയാണ് TV, പിന്നെ ഒരു ഡൈനിങ് ടേബിൾ, പിന്നെ ഒരു കുറച്ചധികം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെ സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലൂടെ പുറത്തേക്ക് ഒരു എക്സസ് വരുന്നുണ്ട്. മുമ്പേ തന്നെ നമ്മൾ ആ ഒരു കിഡ്സിൻ്റെ പ്ലേ ഏരിയ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് ഇതുവഴി നമുക്ക് ഇറങ്ങാൻ പറ്റും. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു അഡീഷണൽ വാഷ്റൂം വരുന്നുണ്ട്. ഇപ്പോൾ പാർട്ടി ഹാളിലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള വാഷ്റൂം ഇവിടെയും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള 2 റൂമുകൾ കൂടി നോക്കാനുണ്ട്. അത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ലാസ്റ്റായിട്ടാണ് വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ഇങ്ങനെ സ്റ്റേജ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള സ്പീക്കർ, മൈക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ കിച്ചണും വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന 2 റൂമിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വന്നിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം എക്യുപ്ഡ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ്. കുക്കിംഗ് റേഞ്ച് കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജും ഒക്കെ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അടുത്തൊരു റൂമായിട്ട് വരുന്നത്. ഇത് ഇവിടുത്തെ ഈ ഒരു ഹോളിനോട് ചേർന്നിട്ട് ഇങ്ങനെ കർട്ടൻ വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ ഒരു ടൈപ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ അടുത്ത് വരുന്ന ബെഡ്റൂം അതിങ്ങനെ ഡോറൊക്കെ ഉള്ള ടൈപ്പ് തന്നെയാണ്. ഇതിൻ്റെ ഉൾഭാഗത്തായിട്ടും ഇങ്ങനെ ഒരു 2 ഡബിൾ ബെഡ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു കണ്ടതിൽ നമ്മൾ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള റൂം ഇതാണ് വരുന്നത്. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അഗെയിൻ നമ്മുടെ ആ ഒരു പാർട്ടി ഹാളിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ പ്ലേ ഏരിയ വരുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഓപ്പൺ സ്പേസ് വരുന്നത്. ഇവിടെ ഇപ്പോൾ വിൻ്റർ സമയത്തൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് സീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു ഓപ്പൺ ഗ്രൗണ്ട് പോലെയും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ എന്തെങ്കിലും ഫെസ്റ്റിവൽ സമയത്തോ അല്ലെങ്കിൽ ഇപ്പം ഓഫീസ് ഗെറ്റ് ടുഗദറാണ് ആക്ടിവിറ്റീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിപാടികൾക്കൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ്. ഇനി ഇതിന് മുമ്പിലോട്ടായിട്ട് തന്നെ ഒരു അഡീഷണൽ ഹോൾ കൂടി വരുന്നുണ്ട്. ഹോളല്ല, ശരിക്കും ഒരു ഇപ്പോൾ എന്തെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ സെറ്റാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതിൻ്റെ ഉള്ളിലായിട്ട് പ്രൊജക്ടർ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അഡീഷണലായിട്ട് ഇവിടെ ഒരു ടർഫ് വരുന്നുണ്ട്. അത് ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട്. ഇപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ആൾക്കാരൊക്കെ സ്റ്റേ ചെയ്യാൻ കൂടുതലുണ്ടെങ്കിൽ ഇപ്പം ഈ ഹോളും ഒക്കെ തന്നെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. മാക്സിമം ഒരു 50 ആൾക്കാർ വരെയാണ് വരുന്നതെങ്കിൽ ചാർജ് വരുന്നത് 3500 ദിറംസ് ആണ്. അതായത് ഫുള്ളായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ ഈ ടർഫ്, ഈ കോൺഫറൻസ് ഹാള്, ഔട്ട്ഡോർ ഇൻഡോർ എല്ലാം തന്നെ യൂട്ടിലൈസ് ചെയ്യാം. 3500 ആണ് നോർമൽ സമയങ്ങളിലുള്ള ചാർജ് വരുന്നത്. പിന്നെ ഫെസ്റ്റിവൽ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രൈസൊക്കെ വേരി ചെയ്യുന്നുണ്ടാവും. പിന്നെ 50-ൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ആൾക്കാരുടെ എണ്ണം എക്സ്ട്രാ അനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന പ്ലേ ഏരിയ നമ്മൾ പാർട്ടി ഹാളിലേക്ക് കയറുമ്പോൾ കണ്ടത് തന്നെയാണ്. അവിടുത്തെ ആ ഒരു രണ്ടാമത്തെ ഡോറാണ് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. ഈ പാസേജിലൂടെ പോകുമ്പോൾ ഇങ്ങനെ കുറേ ചെയറുകളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ശരിക്കും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ചെയറാണ്. ഇങ്ങനെ തടിയിൽ എന്തൊക്കെ പ്രത്യേക രീതിയിൽ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുള്ള, കാണാൻ നല്ല രസമുണ്ട്. വിൻ്റർ സമയത്തൊക്കെ ഈ ചെയറിൽ ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബായിരിക്കും. പിന്നെ ഈ ഭാഗമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ടായിട്ടാണ് നമ്മൾ ആ ഒരു ഔട്ട്ഡോർ മജ്ലിസ് ചെറുതായിട്ട് ഞാനൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അൽ യാസ്മീനിലുള്ള യാക്കൂബ്സ് ഫാം സ്റ്റേയിലെ കാഴ്ചകൾ. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.